Namaskaram and welcome back to my channel. I hope you all are doing good. അപ്പോൾ എന്നെ അറിഞ്ഞൂടാത്തവർക്ക് എൻ്റെ പേര് ലക്ഷ്മി മായ. ഞാൻ ഒരു എക്സ് ക്യാബിൻ ക്രൂ മെമ്പറാണ്. ഞാൻ കിങ്ഫിഷർ, ഗോയർ, എയർ ഇന്ത്യ, എത്തിഹാദ് എയർവേസ് പിന്നെ കുറച്ച് നാൾ ജെറ്റ് എയർവേസിലും ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് റിലേറ്റഡ് ടു CV. ഒരു റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് CV ഉണ്ടാക്കുന്നതെന്ന് പറയാനായിട്ട്. അപ്പോൾ ഒരു ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏതൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ബയോഡേറ്റ. ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത് റെസ്യൂമേ എന്നും CV എന്നുമാണ്. ഈ CVയുടെ ഫുൾ ഫോം ഇസ് കരിക്കുലം വിത്തായ്. പണ്ടത്തെ കാലത്ത് ബേസിക് സിമ്പിളായിട്ട് ബയോഡേറ്റ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഇപ്പം വലിയ വിപുലീകരിച്ച് CV അല്ലെങ്കിൽ റെസ്യൂമേ എന്നൊക്കെയാണ് പറയുന്നത്. എനിവേ, നമുക്ക് റെസ്യൂമേ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ടിപ്പ് ഇസ് കീപ് ഇറ്റ് റിയൽ ആൻഡ് ഷോർട്ട്. സത്യസന്ധമായ കാര്യങ്ങൾ എഴുതുക, പിന്നെ വളരെ ചെറുതാക്കി ചുരുക്കത്തിൽ മാത്രം എഴുതുക. ക്ലിയർ, ഷോർട്ട് ആൻഡ് ബ്രീഫ് ആയിട്ടുള്ള ഒരു റെസ്യൂമെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കയ്യിൽ റെസ്യൂമേ കിട്ടുമ്പോഴത്തേക്കും വിതിൻ 8 സെക്കൻഡ്സ് അവർ ആ റെസ്യൂമേ സ്കാൻ ചെയ്തിട്ട് നിങ്ങളെപ്പറ്റി ഒരു ഇംപ്രഷൻ ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മളിപ്പം ഒരാളുടെ കയ്യിൽ ഒരു ഫയൽ കണക്കിന് ഒരു 4-5 പേജ് റെസ്യൂമേ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെപ്പറ്റി അത്രയ്ക്കൊന്നും അറിയാനായിട്ട് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല. നമ്മളെപ്പറ്റി ആ ഫുൾ കഥയിരുന്ന് വായിക്കാൻ ആരും ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. സോ ഒരു റെസ്യൂമേ നമ്മൾ തയ്യാറാക്കുമ്പം വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതിക്കൊണ്ട് നമ്മളെപ്പറ്റി എത്രത്തോളം ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി ഷോർട്ട്, ക്ലിയർ ആൻഡ് ബ്രീഫ് സമ്മറി ഓഫ് യുവർ സെൽഫ്. പിന്നെ കീപ്പ് ഇറ്റ് പഞ്ചി ആൻഡ് ടു ദ പോയിന്റ്. നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മളെ പറ്റി ആ ഒരു ഇംപ്രഷൻ ഫോം ചെയ്തെടുക്കാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം ഇസ് ടൈലർ ഇറ്റ്. നെവർ കോപ്പി ആൻഡ് പേസ്റ്റ് someone else's resume. ടേക്ക് യുവർ ടൈം, ഡൂ ഇറ്റ് സ്ലോലി. ഓരോ പോർഷനായിട്ട് നമ്മൾ തന്നെ ഫ്രെയിം ചെയ്തെടുക്കണം. വെൻ ദ ഇൻ്റർവ്യൂവേഴ്സ് സീ ഇറ്റ് ദേ വിൽ ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ഇറ്റ്. കാര്യം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ റെസ്യൂമെ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ആ ഇൻ്റർവ്യൂവിന് മനസ്സിലാവുമ്പോഴത്തേക്കും അവർ ആ എഫേർട്ടിനെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. സോ നമ്മൾ ഒരു ഫോർമാറ്റ് എന്നുള്ള നിലയ്ക്ക് വേറൊരാളുടെ റെസ്യൂമെ റെഫർ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെവർ കോപ്പി ആൻഡ് പേസ്റ്റ് വാട്ട് സംബഡി എൽസ് ഹാവ് റിട്ടൺ ഇൻ ദെയർ റെസ്യൂമെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ചെക്ക് ഔട്ട് വാട്ട് ആർ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ക്യാബിൻ ക്രൂ ഓർ വാട്ട് ദാറ്റ് കമ്പനി ഈസ് ലുക്കിംഗ് ഫോർ. ആ പെർട്ടിക്കുലർ എയർലൈൻ ഒരു ക്യാബിൻ ക്രൂവിൽ എന്താണ് നോക്കുന്നത്, എന്ത് ക്വാളിഫിക്കേഷൻസ് ആണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ സ്കിൽസ് ആണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ആ പെർട്ടിക്കുലർ എയർലൈനെ പറ്റി ഒരു ചെറിയ റിസർച്ച് നടത്തുക. അതിനകത്തുനിന്ന് ചില കീവേഡ്സ് അവരുടെ കമ്പനിക്കകത്ത് സെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസിനകത്തുനിന്ന് കുറച്ച് കീവേഡ്സ് എടുക്കുക. അതും കൂടി നമ്മുടെ റെസ്യൂമേയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അവരാഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ എന്ന് കാണിക്കുന്ന തരത്തിൽ വേണം നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കാനായിട്ട്. അടുത്തത് ഇസ് ഇൻക്ലൂഡ് എ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഒബ്ജക്റ്റീവിനകത്ത് പറയുകയാണ് നമ്മൾ എന്താണ് ആ കമ്പനിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ കമ്പനിക്ക് നമ്മളിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഒബ്ജക്റ്റീവിൽ എഴുതാൻ പോകുന്നത്. ഈ ഒബ്ജക്റ്റീവിൽ നമ്മൾ എഴുതുമ്പോൾ, for example, I'm hardworking professional, I'm a fast learner, I am a professional, I am good at working. ഇങ്ങനെയൊക്കെ എഴുതുന്നതിന് പകരമായിട്ട് if you write something like in a professional way, a highly motivated and friendly personality looking for a responsible position to gain practical experience, using my interpersonal skills to achieve goals of a company that focuses on customer satisfaction and customer experience. ഇങ്ങനെ എഴുതാം. ഇല്ല ഇത് വലുതായി പോയി എന്നുണ്ടെങ്കിൽ you can frame it like seeking a challenging position of a cabin crew in a well-renowned airline to deliver exceptional customer service experience. So that is kind of like a personal statement that you're putting there, telling them that this is what you can expect from me. അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തി ഇതാണ്, this is what I am expecting from you or what I am looking for. ഇത് നമ്മളുടെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ള ഒരു ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് എഴുതേണ്ടതുണ്ട്. ഇത് തന്നെ എഴുതണം എന്നില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് അബൌട്ട് യു. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്തിട്ടാണെങ്കിലും എഴുതാം. പക്ഷേ ജസ്റ്റ് ഡോണ്ട് റൈറ്റ് ലൈക്ക് ഐ എം ഗുഡ് അറ്റ് ടോക്കിംഗ് ടു പീപ്പിൾ, ഐ എം ഹാർഡ് വർക്കിംഗ്, ഐ അപ്രീഷിയേറ്റ്
ഇമിറ്റേറ്റ് അതേഴ്സ് വർക്ക് ഇങ്ങനെയല്ല എഴുതുന്നത്. പക്ഷെ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ക്രിസ്പായിട്ടും വളരെ പഞ്ചി ആയിട്ടുമുള്ള ഒരു ഒബ്ജക്റ്റീവ്, നോട്ട് മോർ ദൻ 2 or 3 സെന്റൻസസ് നമുക്ക് അവിടെ ചേർക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടിപ്പ് നമ്പർ 1 മേക്ക് ഇറ്റ് ഷോർട്ട്, ബ്രീഫ് ആൻഡ് ക്ലിയർ എന്ന്. നമ്മുടെ റെസ്യൂമേ ഷുഡിൻ ബി മോർ ദാൻ 2 or 3 pages. മാക്സിമം നമുക്കിപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് മേക്ക് ഇറ്റ് മോർ ദാൻ 3 pages, അല്ലെങ്കിൽ ഡോണ്ട് മേക്ക് ഇറ്റ് മോർ ദാൻ 2 pages. 2 pages ഇസ് ദ ബെസ്റ്റ്. ഒരു പേജിനകത്ത് തന്നെ നിൽക്കും എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. അടുത്തത് ഇസ് ഡു നോട്ട് ലീവ് ടു മെനി ഗ്യാപ്സ്. ബേസിക്കലി നമ്മളിപ്പം +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നാൾ വർക്ക് ചെയ്യാതിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിം, ആ ഒരു പീരീഡ് വെറുതെ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ ലീവ് ചെയ്യുന്നതിന് പകരം ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും വോളണ്ടിയർ വർക്ക്സ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്യൂഷൻ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്ട്സ്, സ്കൂൾ പ്രോജക്ട്സ് ആണെങ്കിലും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു ഗ്യാപ്സ് ഫിൽ ഇൻ ചെയ്യാൻ ശ്രമിക്കണം. കാര്യം നമ്മളുടെ ആ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈം മുതൽ, അല്ലെങ്കിൽ നമ്മളുടെ ആ എഡ്യൂക്കേഷൻ തീർന്നിട്ട് നമ്മൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഫ്രെയിം നമ്മൾ വെറുതെ ഇരുന്നു എന്നുള്ളത് കാണിക്കരുത്. മേ ബി ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മേ ബി യു ലേൺഡ് എ ന്യൂ സ്കിൽ. ഇപ്പോൾ ഒരു പാരഗ്ലൈഡിങ് ലെസൺ എടുത്തു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ബഞ്ചി ജമ്പിങ്ങിൻ്റെ ലെസൺ എടുത്തു. Add that in your resume, because that shows that you are kind of a person who doesn't waste time. ആ ഒരു ടൈം ഫ്രെയിമിലാണെങ്കിലും you did something എന്ന് നമുക്ക് ഇൻ്റർവ്യൂവറിന് ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. അടുത്തത് is keep it current and up to date. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നാളെ പോവുകയാണ്, അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 5 വർഷത്തിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെസ്യൂമെ എടുത്തുകൊണ്ട് പോകരുത്. കാര്യം നമ്മൾ ആ 5 വർഷത്തിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ബേസിക്കലി നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കിയിട്ട് അപ്പോഴത്തെ ഒരു 10-50 പ്രിൻ്റ് ഔട്ട് എടുത്തു വെച്ച് എല്ലാ ഇൻ്റർവ്യൂവിനും ഒരേപോലെ റെസ്യൂമെ എടുക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ജസ്റ്റ് ചെക്ക് യുവർ റെസ്യൂമെ പ്രോപ്പർലി. അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ആ കമ്പനിക്ക് നമ്മളിൽ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സ്കിൽസ് കുറച്ചുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ കറൻറ്റ് ആയിട്ടുള്ള ഒരു 5 വർഷത്തിന് മുമ്പുള്ള ഫോട്ടോഗ്രാഫ്സ് വയ്ക്കുന്നതിനേക്കാളും നമ്മൾ റീസെൻ്റ്ലി എടുത്ത ഫോട്ടോഗ്രാഫ് വയ്ക്കണമല്ലോ. സോ റീസെൻ്റ്ലി എടുത്ത ഫോട്ടോഗ്രാഫ് വയ്ക്കണമോ എന്ന് നോക്കാം. അല്ലെങ്കിൽ മേ ബി യു ഹാവ് അണ്ടർഗോൺ സം ട്രെയിനിങ് ഓർ യു ഡിഡ് സം വർക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ബിഫോർ ഗോയിങ് ഫോർ എൻ ഇൻ്റർവ്യൂ ആ സമയത്ത് ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പോവുക. അടുത്ത ടിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അവോയ്ഡ് എറേഴ്സ്. ബേസിക്കലി നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ്, പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ലഭിച്ചവരാണ്. സോ ചിലർക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ ഇംഗ്ലീഷിലാണല്ലോ ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം അതിനകത്ത് ഒരു എറേഴ്സും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവർ നമ്മുടെ റെസ്യൂമെ കാണുമ്പോൾ നമ്മളെ പറ്റി ഒരു ഇംപ്രഷൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ. അത് വിത്തിൻ 8 seconds അവർ പെട്ടെന്ന് റെസ്യൂമെ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് വരുന്ന കാര്യം തന്നെയാണ്. ഇത് റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ വളരെ 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 ശ്രദ്ധിക്കണം. ഗ്രാമർ കറക്റ്റ് ആണോ ശ്രദ്ധിക്കണം, സ്പെല്ലിംഗ് കറക്റ്റ് ആണോ ശ്രദ്ധിക്കണം. ഗോ ത്രൂ യുവർ റെസ്യൂമെ സോ മെനി ടൈംസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് മേക്ക് എനി മിസ്റ്റേക്ക്. നിങ്ങൾ തന്നെ ഒന്ന് അറിയിച്ചു നോക്കും. ഒരു ഇമെയിലോ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടുവാണ്, പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കുറേ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ട്. നമ്മൾ ഉടനെ തന്നെ അയാളെ പറ്റി ഒരു ഇംപ്രഷൻ ഫോം ചെയ്യത്തില്ല, ഒരു ബാഡ് ഇംപ്രഷൻ ഫോം ചെയ്യും. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ നമ്മളൊരു ബാഡ് ഇംപ്രഷൻ ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിപ്പയർ ഇറ്റ് കെയർഫുള്ളി. അടുത്ത ടിപ്പ് ഈസ് ഡു നോട്ട് ലൈ ഇൻ യുവർ റെസ്യൂം. നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ എഴുതുമ്പോൾ ഡു നോട്ട് ലൈ അബൌട്ട് ഇറ്റ്. ബിക്കോസ് നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, മിക്ക ഇൻ്റർവ്യൂവിലും നമ്മുടെ റെസ്യൂമെ കാണുമ്പോൾ അതിനകത്ത് കാണുന്നതിൽ നിന്നായിരിക്കും മിക്ക ക്വസ്റ്റ്യൻസും നമ്മളോട് വരുന്നത്. അവർ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ്, എനിക്ക് നന്നായിട്ട് ഫ്രഞ്ച് അറിയാം എന്ന് പറഞ്ഞിട്ട് അവരൊരു ഫ്രഞ്ച് ഡോക്യുമെൻ്റ് എടുത്ത് നിങ്ങളുടെ അടുത്ത് വായിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ save yourself of that embarrassment. Do not lie in your resume. അടുത്ത tip is make it look good and professional and clean and neat. അങ്ങനെ പറയുമ്പോൾ നമ്മൾ റെസ്യൂമേക്കകത്ത് മേളിൽ നിന്ന് ഒരു ചെടി വളർന്നു വരുന്നു, താഴ്ന്നൊരു പൂ വരുന്നു, അങ്ങനെയൊന്നും അല്ല നമ്മൾ റെസ്യൂമെ തയ്യാറാക്കുന്നത്. റെസ്യൂമെ എപ്പോഴും സിമ്പിൾ ആയിരിക്കണം. ബേസിക്കലി കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഡോക്യുമെൻറ്റിൻ്റെ ലുക്ക് വേണം.
ലെറ്റ് സ്റ്റിക്ക് ഓൺ ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലൂവും ബേസിക് കളേഴ്സ് ഗ്രേ അങ്ങനെയുള്ള സ്കെയിലൊക്കെ എടുക്കുന്നതാണ് നല്ലത്. ഒരു ഡെക്കറേഷൻസ് ഒന്നും നമ്മളുടെ റെസ്യൂമേയിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല പെട്ടെന്ന് നമുക്ക് വായിക്കാൻ തോന്നുന്നു. ചിലരുടെ റെസ്യൂമേ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഇവിടെയെന്ന് ഒരുപാട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കാൻ തോന്നില്ല. ചിലപ്പോൾ നമ്മൾ ഈ വായിക്കുമ്പോൾ അത് പല 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 പാരഗ്രാഫ്സ് ആയിട്ട് കുഞ്ഞായിട്ടോ അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടൊക്കെ എഴുതുമ്പോഴത്തേക്കും വളരെ പ്രസൻറ്റബിൾ ആണ്, പെട്ടെന്ന് നമുക്കത് ക്യാച്ചി ആയിട്ട് വായിക്കാനും തോന്നും ഇല്ലേ. സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോബീസ് പറയാം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ വോളണ്ടിയർ വർക്ക്സ് ചെയ്തു എന്നുള്ളത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. നഴ്സിംഗ് സൈഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ദാറ്റ് ട്രാവലിംഗ് ഇസ് മൈ പാഷൻ എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ യു നീഡ് ടു ഹാവ് സംതിങ് ടു സേ അബൌട്ട് ഇറ്റ് കേട്ടോ. അവർ പെട്ടെന്ന് നിങ്ങൾക്ക് ഓക്കെ ട്രാവലിംഗ് ഇസ് യുവർ പാഷൻ, സോ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഞാൻ അപ്പുറത്തെ ചായക്കട വരെ പോയിട്ടുണ്ട്, ഇത് ഇപ്പുറത്ത് അവിടുത്തെ ബീച്ച് വരെ പോയിട്ടുണ്ട്, അങ്ങനെയല്ല. ട്രാവലിംഗ് ഇസ് മൈ പാഷൻ എന്ന് എഴുതുമ്പോഴത്തേക്കും ഇഫ് യു ഹാവ് ടേക്കൺ സം എഫേർട്ട് ടു ട്രാവൽ ആൻഡ് സീ ദ വേൾഡ് ഓർ സീ യുവർ കൺട്രി, എന്ത് കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ വേണം നമ്മൾ റെസ്യൂമെ തയ്യാറാക്കാനായിട്ട്. എവറിഥിങ് നീഡ്സ് ടു ബി ടൈലേർഡ് അക്കോർഡിംഗ് ടു യുവർ പ്രൊഫൈൽ ആൻഡ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇത്രയൊക്കെയാണ് ടിപ്സ് എൻ്റെ ഭാഗത്തുനിന്ന് തരാനുള്ളത്. ഒരു ക്യാബിൻ ക്രൂ സി വിയിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. അപ്പോൾ സാധാരണ സി വിയിൽ നമ്മൾ ചിലപ്പോൾ ഇതൊന്നും ആഡ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. പക്ഷേ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴുള്ള ആ ഒരു റെസ്യൂമേയിൽ ഈ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിരിക്കണം. ഫസ്റ്റ് തിങ് ഇസ് ഇമെയിൽ ഐ ഡി. മേക്ക് എ പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി. ദിസ് സേസ് എ ലോട്ട് അബൌട്ട് യു കേട്ടോ. ഫോർ എക്സാമ്പിൾ kittycat123@gmail.com എങ്ങനെ ഇരിക്കുന്നു? ഡു യു തിങ്ക് ഇറ്റ് ലുക്സ് പ്രൊഫഷണൽ? No, don't make such email IDs. Next thing you have to include in your resume is your passport information. Especially international ആയിട്ടുള്ള എയർലൈൻസിൽ ഫ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും they might have to check your passport details and they have to make sure that your passport is valid for more than 6 months. അതുപോലെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഈ കൺട്രിയിൽ വർക്ക് ചെയ്യാൻ എന്നുള്ളതൊക്കെ അവർക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഡെഫിനറ്റ്ലി നമ്മൾ റെസ്യൂമേൽ ആഡ് ചെയ്യണം. ദെൻ യുവർ കോൺടാക്ട് നമ്പർ, they need to call you, right? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ ലെറ്ററിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തിരിക്കുന്ന പരിപാടി ഇല്ലല്ലോ. സോ they need to call you, so put in your contact number. പിന്നെ your address മെൻഷൻ ചെയ്യണം. പിന്നെ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. I am 23 years and 4 months എന്ന് എഴുതുന്നതിനേക്കാളും ജസ്റ്റ് റൈറ്റ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. ലെറ്റ് ദം കാൽക്കുലേറ്റ്. അപ്പോൾ എത്ര മാസം എക്സ്ട്രാ ഉണ്ടെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ആസ് ഐ മെൻഷൻ ഇൻ മൈ പ്രീവിയസ് വീഡിയോസ്, ചില എയർലൈൻസിന്, മിക്ക എയർലൈൻസിന് ഇന്ത്യയിലാണെങ്കിൽ 18 വയസ്സാണ് മിനിമം ഏജ്. പക്ഷേ ഫോറിൻ എയർലൈൻസിലാണെങ്കിൽ 21 years ആണ് മിനിമം ഏജ്. സോ ആ ഒരു ഇതൊക്കെ അവർക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ 21 years അവൻ 2 മാസം ഇനിയുമുണ്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ they need to calculate it. So mention your date of birth and please add a recent photograph. അവർ ഫോട്ടോ കണ്ടിട്ട് 10 വർഷത്തെ പഴക്കമുള്ള ഫോട്ടോ ഇട്ടിട്ട് ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് വേറൊരു ലുക്ക് ആയിരിക്കാൻ പാടില്ല. ബാക്കിയുള്ള റെസ്യൂമേയിൽ നിന്നും ക്യാബിൻ ക്രൂ റെസ്യൂമേയിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇമെയിൽ ഐ ഡി, പാസ്പോർട്ട് ഇൻഫർമേഷൻ, കോൺടാക്ട് നമ്പർ, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്. ഇത് നിങ്ങൾ റെസ്യൂമെ തയ്യാറാക്കുന്ന ടൈമിൽ മേ ബി യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് ആൻഡ് കീപ്പ്. എന്നിട്ട് റെസ്യൂമെ തയ്യാറാക്കുന്ന സമയത്ത് ഇതെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ റെസ്യൂമെ തയ്യാറാക്കുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഫോട്ടോ അറ്റാച്ച് ചെയ്യുമ്പോൾ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോ അറ്റാച്ച് ചെയ്യരുത്. നമ്മൾ നല്ല ഫ്രിൽഡ് സ്കേർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഡാൻസ് ചെയ്യാൻ നിൽക്കുന്ന പോലത്തെ ഉള്ള ഫോട്ടോ ഒന്നും അല്ല. വി നീഡ് ടു പുട്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ്സ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദീസ്. നമുക്ക് 2 ഫോട്ടോഗ്രാഫ്സ് ആവശ്യമുണ്ട്. ഫസ്റ്റ് തിങ് ഇസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്യണം. നമ്മുടെ ഇയേഴ്സ് വിസിബിളായിട്ട് നമ്മുടെ മുഖം കാണുന്ന തരത്തിൽ നല്ല വൃത്തിയായിട്ട് നല്ല ഒരു വോം സ്മൈലിലുള്ള ഒരു നല്ല ഫോട്ടോ ആയിരിക്കണം അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ഫുൾ സൈസ് ഫോട്ടോഗ്രാഫ്സ് പറയുമ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾ സ്കേർട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോ ഇടുന്നതാണ് ബെറ്റർ. നമ്മൾ പാൻസ് ഇട്ടിട്ടുള്ള ഫോട്ടോ ഇറ്റ് മൈറ്റ് നോട്ട് ലുക്ക് ദാറ്റ് good. And cabin crew interview പോകുമ്പോഴത്തേക്കും they are not expecting you to be wearing pants ഇട്ടത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ടു വെയർ സ്കേർട്ട്. എന്നിട്ട് അതിൽ ഫോട്ടോ എടുക്കുന്നതാണ് നല്ലത്. സോ സ്കേർട്ട് ഇട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ജെന്റിൽമെൻ, ഐ ഡിഡ് നോട്ട് ഫർഗെറ്റ് യു. ആണുങ്ങൾക്ക് ഏകദേശം ഇതുപോലെ നല്ല ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഷുഡ് ലുക്ക് ലൈക്ക് ദിസ്.
വളരെ പ്രൊഫഷണലായിട്ട് മുടിയൊക്കെ നന്നായിട്ട് വെട്ടിയിട്ട് വെൽ ഗ്രൂംഡ് ആയിട്ട് വേണം നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇടാൻ. ആൻഡ് ദ ഫുൾ സൈസ് ഫോട്ടോ കുഡ് ലുക്ക് ലൈക്ക് ദിസ്. യു ക്യാൻ വെയർ എ ബ്ലേസർ ഇട്ടില്ല, ജാക്കറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷർട്ട് ഇട്ടിട്ട് ടൈ ഇട്ടിട്ടാണെങ്കിലും ഫോട്ടോ എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലൊന്നും ഒരു ഫ്ലോസും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. മേളി നോക്കുവാണെങ്കിൽ നല്ല രസമുണ്ട്, പക്ഷെ ചെരുപ്പിൽ മുഴുവൻ അഴുക്കാണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ് കേട്ടോ. വളരെ പ്രൊഫഷണൽ, ക്ലീൻ, ക്രിസ്പ് ആയിട്ടുള്ള നല്ല കിടിലം ഫോട്ടോഗ്രാഫ് വേണം ഇടാനായിട്ട്. ഇപ്പോൾ ഒരു ഫ്രഷിൻ്റെ റെസ്യൂമയിലുള്ള ഒരു കോപ്പിയും ഇട്ടേക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസ്യൂമെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രഷർ ആയിരുന്നപ്പോൾ അപ്ലൈ ചെയ്ത സമയത്തുള്ള റെസ്യൂമെയാണ്. ആൻഡ് നൗ ഹീസ് വർക്കിംഗ് ഇൻ എമിറേറ്റ്സ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ. പിന്നെ അവസാനം ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇഫ് യു വോണ്ട് യു ക്യാൻ റൈറ്റ് ദ ഡിക്ലറേഷൻ. ഐ പേഴ്സണലി ലൈക്ക് റൈറ്റിംഗ് ഡിക്ലറേഷൻ എഴുതുവാണെങ്കിൽ താഴെ കുറച്ച് സ്പേസ് വിട്ടിരിക്കണം നമ്മൾ ഒപ്പിടാനായിട്ട്. യു ഡോണ്ട് ലൈക്ക് ഇറ്റ് ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു റൈറ്റ് ദ ഡിക്ലറേഷൻ, സാരമില്ല, ഡിക്ലറേഷൻ വിട്ടാലും കുഴപ്പമില്ല. റെസ്യൂമെ കുറച്ചുകൂടി ഷോർട്ട് ആക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡിക്ലറേഷൻ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ റിമൂവ് ഇറ്റ്, ബട്ട് ഇറ്റ്സ് എൻ അഡീഷണൽ തിങ്. ഇഫ് യു വാണ്ട് ടു ആഡ്, യു ക്യാൻ ഓൾവേസ് ആഡ് ദ ഡിക്ലറേഷൻ ആസ് വെൽ. റെസ്യൂമെ ഇന്ന് തന്നെ ഞാനൊരു അടിപൊളി റെസ്യൂമെ ഉണ്ടാക്കി കയ്യിലെടുക്കും ഉള്ള ഒരു ഓട്ടോ വേണ്ട. കാര്യം എന്ന് വെച്ചാൽ വി ആർ നോട്ട് ഇൻ എ കോമ്പറ്റീഷൻ. Interviews are still coming up. നമ്മളുടെ പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം റെസ്യൂമെ. സോ അത് വളരെ യുണീക്കായിട്ട് നമ്മളുടെ സ്റ്റൈൽ പോർട്രേ ചെയ്യുന്ന തരത്തിൽ നമുക്കുണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് തിങ് കേട്ടോ. ടേക്ക് യുവർ ടൈം ആൻഡ് മേക്ക് സംതിങ് വിച്ച് ഡിസ്ക്രൈബ്സ് യുവർ പേഴ്സണാലിറ്റി. നമ്മളെ ഇൻ്റർവ്യൂവർ കാണുമ്പോൾ തന്നെ ഇതാരപ്പ എന്ന് തോന്നുന്ന തരത്തിലൊരു സൂപ്പർ റെസ്യൂമെ ഉണ്ടാക്കാനായിട്ട് ഈ ടിപ്സ് എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഷെയർ ഇറ്റ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആസ് വെൽ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.